ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് സാന്നിധ്യത്തെ കാണിക്കാൻ, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി ഈ വെർബിന്റെ വിവിധ ഫോംസ് രൂപങ്ങൾ ഉപയോഗിക്കും. നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഈ വെർബ് ബിക്ക് പാസ്റ്റ് ഫോമില് രണ്ട് വാക്കുകളുണ്ട്. വാസ്, വെർ. വാസ്, വെർ. വാസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കും, വെർ പ്ലൂറലിന് വേണ്ടി ഉപയോഗിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ വെർബിന് മാത്രമേ പാസ്റ്റ് ഫോമിൽ ഇങ്ങനെ സിംഗുലറും പ്ലൂറലും വെവ്വേറെ വാക്കുകളുള്ളൂ. മറ്റെല്ലാ വെർബ്സിനും ഒരു വാക്കേ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് സിംഗുലറിന് ഉപയോഗിക്കും, പ്ലൂറലിന് ഉപയോഗിക്കും. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സാന്നിധ്യം. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ഈ ആയിരുന്നു എന്നുള്ള വാക്കും സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി പറയും. ഞങ്ങൾ ഇവിടെ ആയിരുന്നു, നീ ഇവിടെ ആയിരുന്നു, അങ്ങനെയും പറയും. അപ്പൊ പ്രസൻസ് ആണ് ഉപയോഗിക്കണമെന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു വി വേർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് കാണുന്നത്. മലയാളത്തിൽ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ, അങ്ങനെ ചോദിക്കും. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമുക്കറിയാം, വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഒരു വാക്കേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വെർബ് ബിയോടെ ഇംഗ്ലീഷുകാർക്ക് വലിയ ആദരവൊക്കെയാണ്. അതുകൊണ്ട് നേരത്തെ ചില ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതുപോലെ വെർബ് ഒരു വാക്കേ ഉള്ളൂ എങ്കിൽ അതിനെ മുറിച്ച് ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ ഇവർ ചെയ്യില്ല. ഈ വേറിനെ എടുത്ത് മുന്നിലിടും, വേറെ ഒന്നും ചെയ്യില്ല, മുറിക്കൊന്നും ചെയ്യില്ല. വലിയ ആദരവോടെ കൊണ്ടുവന്ന് മുന്നിലിടുമ്പോൾ അത് ചോദ്യമായി. വേർ വി ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ആയിരുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എഴുതുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. വേർ വി ഹിയർ, അത് ഒരുമിച്ച് പറഞ്ഞ് പഠിക്കണേ. വേർ വി ഹിയർ, വേർ വി ഹിയർ അല്ല, വേർ വി ഹിയർ, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. വേർ വി ദർ, നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. വേർ വി ഇൻ ദ ക്ലാസ് റൂം, നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. വേർ വി ഇൻ ദ ഹൗസ്, നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. ഇനി യു വെച്ച, യുവിന് നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, പല വാക്കുകളും മലയാളത്തിലുണ്ട്. യു, നീ എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിലും യു എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂറലാ, അതൊരിക്കലും മറക്കരുത്. അപ്പൊ വേർ യു ഹിയർ, വേർ യു ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നു. വേർ യു ദർ, നീ അവിടെ ഉണ്ടായിരുന്നു. വേർ യു ഇൻ ദ ക്ലാസ് റൂം, നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. വേർ യു ഇൻ ദ ഹൗസ്, നീ വീട്ടിലുണ്ടായിരുന്നു. ഇനി ദേ വെച്ചത് എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ ഇവർ. വേർ ദേ ഹിയർ, വേർ ദേ ഹിയർ, അവർ ഇവിടെ ഉണ്ടായിരുന്നു. വേർ ദേ ദർ, അവർ അവിടെ ഉണ്ടായിരുന്നു. വേർ ദേ ഇൻ ദ ക്ലാസ് റൂം, അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. വേർ ദേ ഇൻ ദ ഹൗസ്, അവർ വീട്ടിലുണ്ടായിരുന്നു. ഇനി മൈ ഫ്രണ്ട്സ്, വേർ മൈ ഫ്രണ്ട്സ് ഹിയർ, വേർ മൈ ഫ്രണ്ട്സ് ഹിയർ, എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പ്ലൂറൽ എഴുതിയിട്ടുണ്ട്. സാധാരണ വേർ മൈ ഫ്രണ്ട്സ് ഹിയർ, വേർ മൈ ഫ്രണ്ട്സ് ഹിയർ അങ്ങനെ ചോദിക്കാറില്ല. കാരണം മൈ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാം, പക്ഷെ അതിന് പകരം വേർ ദേ ഹിയർ, ഇവരെ ഉദ്ദേശിച്ച് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവയെ ഒന്ന് നോക്കാം. ഇവ ഉപയോഗിച്ച പോലെ തന്നെയാണ് ഇവയും. തുടങ്ങാം. വേർ വി വിത്ത് മീ, വേർ വി വിത്ത് മീ, ഞങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അത് നമ്മൾ വിട്ടുകളയുന്നു. വേർ വി വിത്ത് us, വേർ വി വിത്ത് us, നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അതും വിട്ടുകളയുകയാണ്. വേർ വി വിത്ത് യു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. വേർ വി വിത്ത് ഹിം, ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. വേർ വി വിത്ത് ഹർ, ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. വേർ വി വിത്ത് ദം, ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വേർ വി വിത്ത് ദ ചിൽഡ്രൻ, ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി യു വെച്ചല്ലേ, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, എല്ലാത്തിനും യു തന്നെയാണ്. വേർ യു വിത്ത് മീ, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. വേർ യു വിത്ത് us, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വേർ യു വിത്ത് യു, നീ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അത് വിട്ടുകളയുക. വേർ യു വിത്ത് ഹിം, നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. വേർ യു വിത്ത് ഹർ, നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. വേർ യു വിത്ത് ദം, നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വേർ യു വിത്ത് ദ ചിൽഡ്രൻ, നീ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ദേ വെച്ച, ദേ എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ ഇവർ. വേർ ദേ വിത്ത് മീ, അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. വേർ ദേ വിത്ത് us,
അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. Were they with you? Were they with you? അവർ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. Were they with him? അവർ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. Were they with her? അവർ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. Were they with them? ഇവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. Were they with the children? Were they with the children? അവർ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി my friends പ്ലൂറലാണ്. Were my friends with me? Were my friends with me? എന്റെ കൂട്ടുകാരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ were my friends with me അങ്ങനെ ചോദിക്കാം. സാർ അങ്ങനെ ചോദിക്കാറില്ല. മൈ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ മൈ ഫ്രണ്ട്സിന് വരെ നമ്മൾ ദേ എന്ന് ഉപയോഗിക്കും. അതുപോലെ യുവർ ടീച്ചേഴ്സ് പ്ലൂറലാണ്. വേർ യുവർ ടീച്ചേഴ്സ് വിത്ത് മീ അങ്ങനെ ചോദിക്കാറില്ല. വേർ ദേ വിത്ത് മീ അങ്ങനെ ചോദിക്കുള്ളേ. ഇതിന് പകരം ദേ വയ്ക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ വാചകം കണ്ടു. ഇനി 2 വാചകങ്ങൾ കൂടിയുണ്ട്, നെഗറ്റീവും നെഗറ്റീവ് ക്വസ്റ്റ്യൻ. 4 വാചകങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ എല്ലാത്തിലും കാണുന്നത്. 2 വാചകങ്ങളെ കൊണ്ട് വി വർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വേർ വി ഹിയർ, വേർ വി ഹിയർ അങ്ങനെ പറഞ്ഞു പഠിക്കണേ. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ 10 പ്രാവശ്യം വെച്ച് ഓരോ വാചകവും പറയുക. എപ്പോഴും പറയുന്ന അർത്ഥമുള്ള വാചകങ്ങളായിരിക്കണം. ഇവിടെയൊക്കെ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാം. വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാം. അർത്ഥമുള്ള വാക്കുകളായിരിക്കണം. വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അർത്ഥമുള്ള വാചകങ്ങളായിരിക്കും. കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് വെർബിന്റെ ലിസ്റ്റ്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണേ. അർത്ഥവും ഉച്ചാരണവും ഒക്കെ പഠിക്കുക. അതുപോലെ ഈ 4 ഫോംസ് വെർബ്സിന്റെ അറിഞ്ഞിരിക്കണം. അവ വെച്ചുള്ള പരിപാടി ഇംഗ്ലീഷ്. പുതിയ വാക്കുകളൊക്കെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം.
പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ് ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. ബൈൻഡ്, ബൗണ്ട്, ബൗണ്ട്, ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്, ഗ്രൈൻഡ്, ഗ്രൗണ്ട്, ഗ്രൗണ്ട്, വൈൻഡ്, വൗണ്ട്, വൗണ്ട്. അത് ഈ വാക്കുകളുടെ, ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, traveled, traveled, turn, turned, turned, tremble, trembled, trembled, use, used, used. ഈ വെർബുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകൾ ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.